മുഖ്യമന്ത്രിയായി മന്ത്രിമാരായി വകുപ്പുകളും തീരുമാനിച്ചു. അപ്പോഴാണ് മറ്റൊരു രസകരമായ സംഭവം കണ്ടത്. അത് എന്താണ് എന്നല്ലേ? പൊട്ടിക്കരയുന്ന ചാണ്ടിയുമ്മനെ, അതും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ. പൊട്ടിക്കരയുക മാത്രമല്ല ചാണ്ടിയുമ്മൻ ചെയ്തത്, പൊട്ടിത്തെറിക്കുകയും ചെയ്തിട്ടുണ്ട്. രൂക്ഷ വിമർശനമാണ് നടത്തിയത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ. എന്നെ അപമാനിച്ചു, മന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് എന്നെ അപമാനിച്ചു. ചാണ്ടിയുമ്മനെ പോലെ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു വന്ന ഒരാളെ എന്തിന് ഇങ്ങനെ അവഗണിച്ചു, അപമാനിച്ചു? ഈ ചോദ്യമാണ് ആവർത്തിച്ച് ചോദിക്കുന്നത് ചാണ്ടിയുമ്മൻ. 26 വർഷം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, 23 വർഷം ഒരു സ്ഥാനം വഹിക്കാതെ പ്രവർത്തിച്ച ഒരാളാണ്. എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അപമാനമാണ് എനിക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ഒരു നിർഭാഗ്യവാനായ മകനാണ് ഞാൻ. ഇവിടെയും അവസാനിപ്പിക്കുന്നില്ല ചാണ്ടിയുമ്മൻ. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ഒരു സ്നേഹയാത്ര നടത്തുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രചാരണം. രാവിലെ ആരംഭിക്കുന്നത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ നിന്നാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ആദ്യം കണ്ടത്. അവിടെ വെച്ചാണ് ചാണ്ടിയുമ്മൻ പൊട്ടിക്കരഞ്ഞത്. അതിനുശേഷം വിവിധ ഇടങ്ങളിൽ സ്വീകരണ പരിപാടികൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് ചാണ്ടിയുമ്മൻ തന്നെ എന്നാണ് അറിയുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ, ചാണ്ടിയുമ്മനെ പിന്തുണക്കുന്ന, ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തിറങ്ങിയിട്ടുണ്ട് ചാണ്ടിയുമ്മന് വേണ്ടി. എങ്ങനെയെങ്കിലും ഈ സ്നേഹയാത്ര തിരുവനന്തപുരത്ത് എത്തിയാൽ അതൊരു ശക്തി പ്രകടനമായി മാറ്റി മന്ത്രിസ്ഥാനം പിടിച്ചെടുക്കും ചാണ്ടിയുമ്മൻ എന്നാണ് കൂടെയുള്ളവർ കരുതുന്നത്. എന്നാൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് എല്ലാവർക്കും അറിയാം. ഒരു തരത്തിൽ അവഗണിക്കുകയാണ് ചാണ്ടിയുമ്മനെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും മന്ത്രിമാരും കോൺഗ്രസ് നേതൃത്വവും. തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല എന്ന് മാത്രമല്ല, ഇതേക്കുറിച്ച് ഒരഭിപ്രായം പോലും പറയുന്നില്ല. എന്തായാലും ഇത് ശക്തി പ്രകടനമൊന്നുമല്ല എന്നാണ് ചാണ്ടിയുമ്മൻ പറയുന്നത്. ഈ യാത്ര ഒരു ശക്തി പ്രകടനമല്ല, ഒരു വെല്ലുവിളിയല്ല. നിങ്ങളത്, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ അനൗൺസ്മെന്റ് പാടില്ല. എനിക്ക് ഒരു കാരണവശാലും ഒരു പബ്ലിസിറ്റി പാടില്ല. നിങ്ങൾ ഇങ്ങനെ കൂടെ നിൽക്കുന്നല്ലോ ആണെങ്കിൽ ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, വേണേൽ കൈ തന്നു പോകാം എന്ന് മാത്രം. ചാണ്ടിയുമ്മന്റെ ഈ യാത്രയ്ക്ക് വലിയ പ്രചാരണം സോഷ്യൽ മീഡിയയിലൂടെ നൽകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ കാർഡുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് കൂടെയുള്ളവരും, അതുപോലെ തന്നെ ചാണ്ടിയുമ്മന്റെ PR ടീമും. എന്താണ് ആ കാർഡിൽ പറയുന്നത്? ഉമ്മൻചാണ്ടിയുടെ ചിത്രമുണ്ട്, അതോടൊപ്പം ചാണ്ടിയുമ്മന്റെ ചിത്രമുണ്ട്. താഴെ നിയുക്ത പുതുപ്പള്ളി MLA അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മൻ പുതുപ്പള്ളി പള്ളിയിലെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കബറിൽ നിന്നും 20/5/2026 ബുധനാഴ്ച MC റോഡ് വഴി കേരളം നൽകിയ സ്നേഹത്തിന് നന്ദിപൂർവ്വം ജനസ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തിരുവനന്തപുരത്തേക്ക് എന്നാണ്. നാളെയാണ് സത്യപ്രതിജ്ഞ. സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി വരികയാണ്. അതൊരു ശക്തിപ്രകടനമാക്കി മാറ്റുക എന്നതാണ് ഇപ്പോൾ ചാണ്ടിയുമ്മന്റെ ലക്ഷ്യം. പക്ഷേ എവിടെയും ഒരു ചലനം പോലും ഉണ്ടാക്കിയിട്ടില്ല, പ്രത്യേകിച്ച് കോൺഗ്രസ്.